നിലവിലുള്ള കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി തീരാൻ വേണ്ടി മാസങ്ങൾ മാത്രം, ഒരു 3-4 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒക്ടോബറിൽ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ CPM എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് വളഞ്ഞ വഴിയിലൂടെ പരമാവധി CPM പ്രവർത്തകരെ, പാർട്ടി പ്രവർത്തകരെയും പാർട്ടി കുടുംബാംഗങ്ങളെയും താൽക്കാലിക നിയമനങ്ങൾ ഉൾപ്പെടുത്തി കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ജോലിക്കെടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ കേരളം ശക്തമായി പ്രതിഷേധിച്ചതാണ് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ആനാവൂർ നാഗപ്പനോട് താൽക്കാലിക നിയമനങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ട പാർട്ടി പ്രവർത്തകരുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഒരു കത്തെഴുതിയിരുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന DR അനിൽ ഒരു കത്തെഴുതിയിരുന്നു. ഈ കത്തുകൾ പുറത്തു വന്നതോടെ ശക്തമായ സമരത്തിന് സാക്ഷ്യം വഹിച്ചു കേരളം. അതിൽ ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം DR അനിൽ രാജിവെക്കേണ്ടി വന്നു. അന്നു തന്നെ ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയും CPM-നെതിരെയും നിലപാട് സ്വീകരിച്ചതാണ്. ഇനി ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷും തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള മന്ത്രി ശ്രീ ശിവൻകുട്ടിയും പങ്കെടുത്ത 2 യോഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ വിളിച്ച് സർവകക്ഷി യോഗം കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമരം ഒരു പരിധി കഴിഞ്ഞ് പ്രത്യക്ഷ സമരങ്ങൾ അവസാനിപ്പിച്ചത്. അതിനെ തുടർന്ന് ശ്രീ DR അനിലിന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ അതൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് അന്ന് ഒരു ഗവൺമെൻറ് ഏർപ്പെട്ട എല്ലാ കരാറുകളും തമസ്കരിച്ചുകൊണ്ട് വീണ്ടും വളഞ്ഞ വഴിയിലൂടെ ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന നാളുകളിൽ നിയമനം നടത്തുവാൻ വേണ്ടി CPM തുനിഞ്ഞിരിക്കുകയാണ്. അങ്ങേയറ്റം തന്നെ പരിഹാസമായി നിൽക്കുകയാണ് ഈ ഭരണസമിതിയും മേയറും. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 671 പേരുടെ പട്ടിക എംപ്ലോയ്മെൻറ്റിൽ നിന്നും ഈ കോർപ്പറേഷനിലേക്ക് അയച്ചു കൊടുത്തു. കണ്ടിജൻറ്റ് ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 56 പേരെയാണ് ഇവർ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൂർണ്ണവിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ 56 പേരെ ആരാണ് ഇൻ്റർവ്യൂ നടത്തിയത്, എവിടെയാണ് ഇൻ്റർവ്യൂ നടത്തിയതെന്നുള്ളതിനെക്കുറിച്ചുള്ള സുതാര്യമായ ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതിൽ തന്നെ ഇപ്പോൾ 671 പേരുടെ പട്ടിക എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വരുന്നു. 403 പേർ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. അതിൽ നിന്നും 56 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പട്ടിക, ആദ്യം ഇറങ്ങിയ പട്ടിക പേര് മാത്രമേ ഉള്ളൂ, പേരും ഫോൺ നമ്പരും, ഇവരുടെ അഡ്രസ്സില്ല. അതായത് ഫോൺ നമ്പരും ഇല്ല. ആദ്യം ഇറങ്ങിയത് പേര് മാത്രമേ ഉള്ളൂ, ഉദ്യോഗാർത്ഥിയുടെ പേര് മാത്രമേ ഉള്ളൂ, അഡ്രസ്സ്, മേൽവിലാസമില്ല, ഫോൺ നമ്പരും ഇല്ല. കാരണം എന്താണ്? മേൽവിലാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ സാധിക്കും. ഒടുവിൽ കഴിഞ്ഞ അവസാന പ്രവൃത്തി ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയെ BJP-യുടെ കൗൺസിലർമാർ ഉപരോധിച്ചതിന് ശേഷമാണ് ഇവരുടെ അഡ്രസ്സ് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായത്. ഞങ്ങൾ അഡ്രസ്സ് പരിശോധിച്ചപ്പോൾ ഈ 56 പേരിൽ 90% പേരും CPM ബന്ധമുള്ളവരാണ്, CPM കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിൽ തിരുവല്ലം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷാബു, അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുങ്കുളം വാർഡ് കൗൺസിലറുടെ ഒരു അടുത്ത ബന്ധു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഝാൻസി, അത് തൃക്കണ്ണാപുരം വാർഡിലെ CPM പ്രവർത്തകയാണ്. ഇനി ഇതിൽ ഏറ്റവും അങ്ങേയറ്റം പരിഹാസമായിട്ടുള്ള കാര്യം, കഴക്കൂട്ടം വാർഡിലെ നിലവിലുള്ള കൗൺസിലർ ഉൾപ്പെടെ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കഴക്കൂട്ടം വാർഡ് കൗൺസിലർ LS കവിത ഉൾപ്പെടുന്ന ഭരണസമിതിയാണിത്. അവർ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൗൺസിലറാണ്. അവരുൾപ്പെടുന്ന കൗൺസിൽ ഇൻ്റർവ്യൂ നടത്തി അവരെ തന്നെ ഇവിടെ ഉദ്യോഗാർത്ഥിയായി ജോലിക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള, പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. BJP ശക്തമായ സമരപരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ഞാനൊരു ക്രമക്കേടിൻ്റെ കൂടുതൽ രേഖകൾ ഞങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ലഭിക്കും. ഇപ്പോൾ ലഭിച്ച 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ ഈഴവ തീയ ബില്ലാവ കാറ്റഗറി, ആ കാറ്റഗറിയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തേണ്ട ഒരു കോളമാണിത്. അതിൽ ഇപ്പോൾ എല്ലാവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് എന്നാണെന്നുള്ള ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാം. അതിൽ ഒരു ഹേമമാലിനി അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1994 അതുപോലെ തന്നെ ഒരു സുജ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 94 ഒരു ശിവജ്യോതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 95 എന്നാൽ
ഈ രണ്ടാമത്തെ ആൾ രാജേഷ് കുമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സന്തോഷ് കുമാർ കാട്ടായിക്കോണത്തുള്ളതാണ്, CPM-ൻ്റെ ശക്തി കേന്ദ്രത്തുള്ള സന്തോഷ് കുമാർ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. രാജേഷ് കുമാർ വെങ്ങാനൂർ എന്നുള്ളതാണ് CPM-ൻ്റെ പ്രവർത്തനം, അദ്ദേഹം രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. കവിത LS കഴക്കൂട്ടം വാർഡ് കൗൺസിലർ എന്നാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടിക്ക് പ്രത്യേകം താല്പര്യമുള്ള ആൾക്കാർ എന്നാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള ഡേറ്റ് പോലും പറയാതെയാണ് ക്രമക്കേട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പ്രത്യക്ഷമായിട്ട് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അനധികൃത നിയമനങ്ങൾ, വഴിവിട്ട നിയമനങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ പാർട്ടി നിയമിക്കുന്ന വ്യക്തികളാണ്, ഇങ്ങനെ പാർട്ടി താല്പര്യം കൊണ്ട് നിയമിക്കുന്ന വ്യക്തികളാണ് രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് അവർ പുല്ല് വെട്ടാൻ പോവില്ല, ക്ലീനിങ് ജോലിക്ക് പോവില്ല, തെരുവുനായെ പിടിക്കാൻ പോകില്ല, അവരൊക്കെ തന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് കഴിഞ്ഞ 45 വർഷം കൊണ്ട് ഈ കോർപ്പറേഷൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൗൺസിലുണ്ട്. ഈ അജണ്ട പാസ്സാക്കുവാൻ വേണ്ടിയാണ്, അവർക്കുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഈ അജണ്ട പാസ്സാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ശക്തമായ സമര പരിപാടികളിലേക്ക് BJP മുന്നോട്ട് പോകും. കഴക്കൂട്ടം കൗൺസിലറെ ഉൾപ്പെടെ ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് സുതാര്യമായ സത്യസന്ധമായ ഇൻ്റർവ്യൂ നടത്തി കഴിവുള്ളവരെ താൽക്കാലിക നിയമനങ്ങളിലേക്ക് എടുക്കണം. ഇതുവരെയും എടുത്ത താൽക്കാലിക നിയമനങ്ങൾ എടുത്തവരെ കൊണ്ട് ആദ്യം ജോലി ചെയ്യിക്കണം, എന്നിട്ട് വേണം ഇനി നിയമനം വേണോ വേണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അങ്ങേയറ്റം പരിഹാസമായ സംഗതിയാണ് നിലവിലുള്ള കൗൺസിലർ ഉൾപ്പെടുന്ന ബോഡി ഇൻ്റർവ്യൂ നടത്തി അവരെ തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളത്. ജനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഉദ്യോഗാർത്ഥികളോട് കാട്ടുന്ന അനീതിയാണ്. BJP ശക്തമായ സമരപരിപാടികൾ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ 403 പേരെത്തി. അറിയില്ല, അവർ അഭിമുഖം എവിടെ വെച്ചാണ് നടത്തുന്നതെന്നും പറയില്ല. രാത്രിയാണോ പകലാണോ നടത്തുന്നത് പറയില്ല. അവധി ദിവസമാണോ പ്രവൃത്തി ദിവസമാണോ എന്ന് പറയില്ല. ഇനി മറ്റൊന്നുണ്ട്, ഈ താൽക്കാലിക നിയമനത്തിന് എടുക്കുന്ന ആൾക്കാർക്ക് കോർപ്പറേഷൻ ശമ്പളം കൊടുക്കണമല്ലോ. ശമ്പളം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിലവിലുള്ള ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യണം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് അതിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം വേണം ഇത് കൗൺസിലെത്താൻ വേണ്ടി. അപ്പോൾ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടില്ല. ഫൈനാൻസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നാൽ അവിടെ BJP-ക്കാണ് ഭൂരിപക്ഷം. ഈ അനധികൃത വഴിവിട്ട നിയമനങ്ങൾ ചോദിക്കും, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഒന്നും പറയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ ഗിരികുമാർ ഉൾപ്പെടെയുള്ളവർ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. തെറ്റായ കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കും. അതുകൊണ്ട് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരാതെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഗായത്രി ബാബുവിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ട് നേരിട്ട് കൗൺസിലിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അതിനുശേഷം കൗൺസിലിൽ അവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അംഗീകരിക്കുവാനാണ് പോകുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. കണ്ടിജൻ്റ് ജീവനക്കാരെന്ന് പറഞ്ഞിട്ട് അവരെടുക്കും. എടുത്തിട്ട് പാർട്ടി നിയമനം നടത്തുന്നവരൊക്കെ തന്നെ ഒരു കാര്യത്തിനും അവരെ എന്തിനാണോ നിയമിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങാതെ പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിക്കാനും ഗുണ്ടാപ്പണിക്കും പോകും. മറ്റുള്ള പാർട്ടിക്കാർ വയ്ക്കുന്ന ഫ്ലക്സ് കുത്തി കയറുക, പിന്നെ CPM പറയുന്നവരെ തല്ലാൻ പോവുക, അതോടൊപ്പം തന്നെ CPM-ന് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാൻ പോവുക കോർപ്പറേഷൻ്റെ ശമ്പളത്തിൽ. ഇതാണ് അവർ ചെയ്യുന്നത്. മറ്റൊരു വളഞ്ഞ വഴി, ഇപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷന് വരുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് എത്ര പേരാണ് എടുക്കേണ്ടത്, OBC എത്ര പേരാണ് എടുക്കേണ്ടത്, SC എത്രയാണ് എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങൾ പുറക്കിപ്പടിക്കുമോ? അതൊന്നുമില്ല. ഇത് CPM-ൻ്റെ എത്ര പേരെ എടുക്കണമെന്നുള്ള ഒരു അലിഖിത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത്. അർഹതയുള്ളവരെ മുഴുവനും തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അംഗീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഞങ്ങളുടെ ഇപ്പോൾ 52 പേരും 4 സ്വതന്ത്രന്മാരുടെയും പിന്തുണയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ ലഭ്യമായ മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ചുകൊണ്ട്, ജനങ്ങൾ നൽകിയ അവസരം വെച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിനെ വരെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതികരിക്കും.